മഴക്കാലം വന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലെ അമ്മമാരും അഴക്കയും തമ്മിൽ ഒരു യുദ്ധം തന്നെയായിരിക്കും. തുണിയൊക്കെ പാടെ ഒന്ന് ഈറഞ്ചുമൊക്കെ മാറി ഉണക്കിയെടുക്കാനായിട്ട് അല്ലേ. ഞാനും ഓഫീസ് വിട്ട് വന്നേം പാട് ഉള്ള തുണികളൊക്കെ മെഷീനിൽ നിന്ന് എടുത്ത് അഴയിലൊക്കെ പരത്തിയിടുമായിരുന്നു കേട്ടോ. നമ്മുടെ അച്ചൂട്ടന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് അവൻ ക്ലാസ് വിട്ട് വരുമ്പോൾ അവൻ്റെ വലിയച്ഛൻ്റെ മകൻ, അവൻ്റെ ഏട്ടൻ തന്നെ മിതുവായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വരുന്ന വഴിക്ക് സ്പെഷ്യലായിട്ട് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ചായക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് കടലമാവും മൈദപ്പൊടി അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം കൂടെ തട്ടിക്കൂട്ട് പക്കവട റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അടുപ്പത്തെ എണ്ണയിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. ചായ വേഗം ഉണ്ടാക്കി വെച്ചു. ഓഫീസ് വിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. വന്ന് നമ്മളെ പിങ്കുനെ ഒന്ന് പുറത്തുകൊണ്ടുപോയി മൂത്രമൊക്കെ ഒഴിപ്പിച്ച് പാലൊക്കെ കൊടുത്ത് അവളെ കൂട്ടിലാക്കി കൈയൊക്കെ കഴുകി നേരം കൂടി കയറിയിരിക്കുകയാണ്. ഇനി കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഞാൻ മാറ്റണേ വിചാരിച്ചിട്ടാണ്. മാത്രമല്ല പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് യൂണിഫോം അങ്ങോട്ട് തിരുമ്പി കയറി കഴിഞ്ഞാൽ അങ്ങനെ ആ പണിയുടെ ഒരുപോലോ. അല്ലെങ്കിൽ പിന്നെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നനയാൻ നിൽക്കൂലേ. ഇന്ന് സ്കൂളിൽ സമരമായിരുന്നു. ആ കാരണം കൊണ്ടാണ് ഉച്ചയ്ക്ക് വിട്ടേട്ടോ. രണ്ടും കൂടി നേരെ വീട്ടിൽ പോകാനാണ് ആദ്യം പ്ലാൻ ഇട്ട്. ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഓഫീസിൽ കയറിയതാണ്. പൊക്കവടെ ഒന്നും ആവാൻ കാത്തിക്കില്ല. ഞാൻ ചായ കുടിക്കുകയാണ്. ഉണ്ണിയോക്ക് പിന്നെ വെറും ചായ പറ്റൂലല്ലോ. അപ്പോൾ അവർക്ക് എന്തായാലും പൊക്കവട ഒരു ട്രിപ്പ് വറുത്തെടുത്തിട്ട് തന്നെ ചായ കൊടുക്കണുള്ളൂ. എന്നെ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സും അതുപോലെ യൂട്യൂബിലൊക്കെ ചാനലിൽ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, രശ്മി യൂട്യൂബിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ ഡെയിലി വ്ളോഗ് ഇട്, എന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നൊക്കെ. പക്ഷെ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴേ കാണുന്നവർക്ക് മാട്ടിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ആ കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ഗ്യാപ്പിട്ട് വീഡിയോ ഇടുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് യൂട്യൂബിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് ഇത്തിരി മടുപ്പുണ്ടായാലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ. പക്കവടയൊക്കെ ഉണ്ടാക്കാല്ലേ. അപ്പം ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം പറയാമെന്ന് കരുതിയിട്ടോ. ഞാനുണ്ടല്ലോ ചെറുപ്പം തൊട്ടേ ഒരു സുരേഷ് ഗോപി ഫാനാണ്. മൂക്കയുടെ ഒരു 5 ഡയലോഗ് കേൾക്കും. ഫുള്ളേ അതൊക്കെ കേട്ട് ഞാൻ മൂക്കയുടെ ഫാനായിരുന്നു. ഞാൻ നല്ല ഫാമിലി മാൻ ആയിട്ടുള്ള ഫിലിംസൊക്കെ പഴയതൊക്കെ ചെയ്യുമല്ലോ. അപ്പം എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നടനെ മാത്രമല്ല, നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന അവിടെ ലൈഫ് ഉണ്ടല്ലോ, കുട്ടികളെയും പിന്നെ എന്താ പറയുക, ആരെ കണ്ടാലും നമുക്ക് നമ്മുടെ സ്വന്തം കരുതിയിട്ട് സ്നേഹിക്കുന്ന അങ്ങനത്തെ ഒരു സ്നേഹപ്രകടനമുള്ള മനുഷ്യരുണ്ട്. അതുകൊണ്ടൊക്കെ എനിക്ക് മൂപ്പര് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ സുരേഷ് ഗോപിയുടെ പടം കണ്ടാലും എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഒക്കെ സുരേഷ് ഗോപിയെ കാണുമ്പോൾ ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു മെസ്സേജിനെ പറ്റിയിട്ടാണ് ഞാൻ പറയണത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്, നീ ചാണകത്തിൽ ചവിട്ടി, നീ ചാണകമാണോടി. ഒരു രാഷ്ട്രീയം അങ്ങനത്തെ ഒരു കാര്യം നോക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല, അതിനെപ്പറ്റി വലിയ അറിവില്ല. ഇതിനുള്ള ആളെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ലൈക്ക് ചെയ്തത്. അങ്ങനെ ഒരു പണിയും കൂടെ എനിക്ക് കേൾക്കേണ്ടി വന്നു. വെറുതെ ഈ ഒരു നിമിഷത്തിൽ ഞാനിങ്ങനെ വിചാരിക്കും, ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസും പോസ്റ്റിനും ഒക്കെ ലൈക്കും കമൻറ്റും ഇടുന്നത് നമ്മളുടെ ഒരു പേഴ്സണൽ കാര്യമാണ്. പക്ഷെ അതുപോലും ചെയ്യാൻ നമ്മുടെ ചുറ്റുപാടുള്ളവർ നമ്മളെ അനുവദിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നെ കാണാനാ വന്നിട്ട് നോക്കാം. അതിൻ്റെ കറിവേപ്പിലില്ല, ഇഞ്ചിയില്ല, ദോശമാവൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കണം വിചാരിച്ചു. വീഡിയോ എടുക്കാൻ റിംഗ് ലൈറ്റ് ഇല്ല, ഫോൺ വെക്കാൻ സ്റ്റാൻഡില്ല കേട്ടോ. ഒരുവിധം സാധാരണക്കാരെ വീട്ടിലൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ലാപ്പാട്ട് പാടിക്കൊണ്ടിരിക്കൂലേ. ഇതൊക്കെ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞാണ് കേട്ടോ. മെയിനായിട്ടുള്ള ലിസ്റ്റ് വൈകിട്ട് ഒരു 8-8:30 ആകുമ്പോൾ ഞാൻ വാട്സപ്പിലേക്ക് വിട്ടു കൊടുക്കും. എന്താ പറയുക, പച്ചമുളക്, അരി, അതുപോലെ മുളക് പൊടി, പേസ്റ്റ്, എണ്ണ തുരുതുരാ വിടുമ്പോൾ എൻ്റെ കെട്ടിയോ പറയും മതി ഇനി ബാക്കി നാളെ. ഒന്നിച്ച് വിട്ട് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് കണ്ട എൻ്റെ ബോധം പോകുമെന്ന്. ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും കേട്ടോ, എല്ലാ മാസം പലചരക്ക് സാധനങ്ങളൊക്കെ കുറച്ച് ഒന്നിച്ച് വാങ്ങിച്ച് വെക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ കുറച്ച് പച്ചക്കറിയോ മീനോ ഇറച്ചിയോ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വേണ്ടത് മാത്രം എൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞാൽ മതിയല്ലോ. ഇതിപ്പോൾ വലിയ ലിസ്റ്റ് ഡെയിലി ഇങ്ങനെ അയച്ചു കൊടുക്കണ്ടേ. പക്ഷെ അത് അങ്ങനെ ചെയ്യണം എന്ന് ഓർക്കുന്നല്ലാണ്ട് മാസാവസാനം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മാസം ആദ്യം ആകുമ്പോഴത്തേക്കും തടവുകൾ കഴിച്ചിട്ട് അതിന് മാത്രം അങ്ങോട്ട് എത്താറില്ല. അപ്പോൾ പിന്നെ ഈ ഒരു വാട്സപ്പ് ലിസ്റ്റ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ വീട്ടിൽ വല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമോ, ആരെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് വരികയൊക്കെ ചെയ്യുമ്പോൾ ഒന്നിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേക്കും. ഒരുവിധമൊക്കെ സാധാരണ കട വീടുകളിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ.
അപ്പോൾ ഞാൻ എൻ്റെ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പൊക്കവടയുടെ പണിയൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ചൂട്ടനും ഇതൂട്ടനുമുള്ള ചായയും പൊക്കവടയും അവർക്കുള്ളത് എടുത്തു. ആദിക്കുള്ളത് അങ്ങനെ ചട്ടിയിൽ തീ കമ്മിയാക്കി വെച്ചിട്ടുണ്ട്. ഇവർക്ക് ചായ കൊടുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാമെന്നാണ് കരുതിയത്. അപ്പം ഞാനിത് കൊണ്ടു കൊടുത്ത് ഫോണും ഉണ്ട് കേട്ടോ കയ്യിൽ. അപ്പം എൻ്റെ മിതു പറയണു, അയ്യോ മേമ വീഡിയോ എടുക്കുകയാണോ, എന്നെ അതിൽ പെടിയിപ്പിക്കരുതേ, മേമയുടെ വീഡിയോയിലൊന്നും എന്നെ ഇടരുത് എന്ന് പ്രത്യേകം പറയുക. സാധാരണ വലിയവരൊക്കെയാണ് അങ്ങനെ പറയാറ്. കുട്ടികളൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര എന്നെയും വീഡിയോയിൽ ഇടൂ, എന്നെ കാണിക്കൂ എന്നൊക്കെ പറയാം. പക്ഷെ നമ്മുടെ മിതുട്ടന് ഇമാതിരി വ്ളോഗും കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല. എന്നാലും ഞാൻ അവനെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ആദ്യേട്ടൻ വന്നു. ആദ്യേട്ടനെ കണ്ടപ്പോൾ ഇത്തിരി ഒരു സ്നേഹപ്രകടനമൊക്കെയാണ് പിങ്കുട്ടിയിട്ടാ. പിന്നെ വേഗം പിങ്കുവിനെ റൂമിൽ തന്നെ ഇത്ര നേരം കൊണ്ടുവച്ചു. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കഴിക്കുന്നത് കണ്ടാലേ അങ്ങനെ നോക്കി നിൽക്കും. ഞാൻ കൈയൊക്കെ കഴുകി വന്ന് ഓനുള്ള ചായയും അവന് പൊക്കവാടയൊക്കെ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ പിങ്കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ. അവൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് ഇങ്ങനെ പുറത്തുനിന്ന് കേൾക്കുമ്പോഴേ റൂമിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഒരു സമാധാനക്കെടാ. അവൾക്കുള്ളത് ഞാൻ കഴിക്കാൻ കൊടുത്തായിരുന്നു, കുറച്ച് പാൽ. പിങ്കു എന്തിനാ തിരക്ക് കൂട്ടണത്? മെല്ലെ കുടിക്കും. വെറും പാല് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയധികം തിരക്കില്ല. പെഡിഗ്രിയിൽ ഇട്ട് കഴിഞ്ഞാലാണ് ഇങ്ങനെ ഒരു വെപ്രാളമൊക്കെ കാണിക്കുക കേട്ടോ. അവള് തിന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമുക്ക് തോനെ കൊടുക്കാൻ പറ്റില്ല. എന്നാൽ തന്നെ ഒരു ദിവസം ഞാൻ 2 എണ്ണം അധികം ഇട്ടുകൊണ്ട് പിറ്റേ ദിവസം വയറ് ഇത്തിരി ലൂസായിട്ടാണ് ഇളകിയിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ദഹിക്കൂലല്ലോ, കുഞ്ഞു കുട്ടികളല്ലേ. പ്രത്യേകിച്ച് അവരെടുത്ത് പറഞ്ഞാണ് വളരെ കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ, അതൊരു 2 നേരം കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എന്തെങ്കിലും കൊണ്ടുവരാൻ. പട്ടിക്കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റ് പാക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ വൈകിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തിന്നുമ്പോൾ 1-2 എണ്ണം അവക്കും ഇട്ട് കൊടുക്കാം. പിന്നെ ആദ്യം പറയുന്നുണ്ട് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് എനിക്ക് അവളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, സിറ്റ് എന്ന് പറഞ്ഞാൽ അവൾ ഇരിക്കണം, കം എന്ന് പറഞ്ഞാൽ അവൾ വരണം എന്നൊക്കെ. നടക്കുമോ ഇല്ലയെന്നൊന്നും അറിയാം. മതി ഇപ്പൊ കുമ്പയ്ക്കാന്ന് പറഞ്ഞല്ലോ. വാ 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 വാ. പിങ്കു നല്ല കുട്ടിയാണ്, പിങ്കു നല്ല സുന്ദമണിയാണ് കേട്ടോ. പിങ്കുട്ടി നല്ല കുട്ടിയാണ് കേട്ടോ. പിങ്കു നല്ല കുട്ടിയാണ് കേട്ടോ. പിങ്കു ഇന്ന് വ്ളോഗിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്തെങ്കിലും പറയുന്നുണ്ടോ പിങ്കു? പിങ്കുവോ ഇവിടെ കടന്ന വാവെടുത്തു ഇവിടെ ഇരുന്നാ. ആ ഗുഡ് ഗേളാണ് പിങ്കു, ഗുഡ് ഗേളാണ് പിങ്കു, നല്ല കുഞ്ഞു ഗുഡ് ഗേളാണ്. അമ്മയുടെ ഗുഡ് ഗേൾ എവിടെ ഗുഡ് ഗേള്? ഗുഡ് ഗേൾ എവിടെ? ചൊത്തിവിടെ കുഞ്ഞു, ചൊത്തിവിടെ അമ്മയുടെ. അമ്മയുടെ കുഞ്ഞോ കാട്ടിന് അമ്മേനെ എന്ത് തികിരി പെണ്ണാത്. അമ്മയുടെ വിഗിരി തന്നെ. ഉറങ്ങിക്ക വാവോ അമ്മൂട്ടി ഉറങ്ങി വാവോ. പിങ്കു ചൊത്താണ് നോക്ക. ചെറിയിലൊക്കെ ആയിരുന്നു നമ്മൾ കുട്ടികൾ ചെറിയ തുറക്കും. നോ കടിക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയിലുണ്ട് സുന്ദമണിയാവണ്ടേ. അതാ എന്തൊരു ചന്ത അമ്പാനി, എന്തൊരു ചന്ത കാണാൻ. പിങ്കു വാശി പിടിച്ചോന്ന് നിക്ക് തിരുമ്പാണ്ട്. ഇവിടെ നോക്കിയോ പിങ്കു, ഇവിടെ നോക്കണം. മുറ്റടിക്കാണ്ട് എത്ര പണി ഉണ്ട് നമുക്കറിയോ. ഇതിന് പാല് ഉച്ചോക്കെ പേടിയായോ ഒറ്റയ്ക്കിരിക്കാൻ? അവളോട് കുറച്ചു നേരം ഇരുന്ന് കളിച്ച് പിന്നെ ഞാൻ അവളേനെ കുറച്ചു നേരം ടെറസിൻ്റെ മേലെ കൂടെ നടത്തിയിട്ടോ. ഇനി മൂത്രമൊഴിക്കുകയോ മറ്റോ ചെയ്യട്ടെ എന്ന് ഓർത്തിട്ട്. പക്ഷെ 37 അവിടെ ഒന്നും മൂത്രമൊഴിച്ചില്ല. അവൾ ടെറസിൻ്റെ മുകളിൽ കെട്ടിക്കണം വെള്ളമൊക്കെ കുടിക്കുക. അപ്പോൾ പിന്നെ അധികം നേരം അവിടെ നിർത്തണ്ടെന്ന് കരുതി. പൂപ്പലൊക്കെ ഉള്ളതല്ലേ, അത് കഴിച്ച് ഇനി വല്ല വയറുവേനയോ വയറിളക്കമൊക്കെ ഉണ്ടായാലോ അത് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് പോന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ മുറ്റത്തിക്കൂടെ കൊണ്ടുപോകാനൊന്നും അത് ആയിട്ടില്ലല്ലോ. മഴ പെയ്തിട്ടാണെങ്കിൽ ആകെ ചപ്പിളിപുളിയാണ്. അവൾ അതിലാകെ 6 ആടുള്ളൂ. അപ്പോൾ അവളെ ഞാൻ വേഗം കൊണ്ടുപോയി ഞങ്ങളുടെ റൂമിൻ്റെ ഉള്ളിലിട്ട് പൂട്ടിയിട്ടുണ്ട്. ഡോറ് പൂട്ടിയിട്ടില്ലെങ്കിൽ അവൾ ഡോറ് എങ്ങനെയും വലിച്ച് തുറക്കും. ആ കാര്യത്തിലൊക്കെ അവൾ വലിയ മിടുക്കിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ കരാട്ടയുടെ ഡ്രസ്സും കൂടെ ഞാൻ തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ കരാട്ടെ ഡ്രസ്സും അതുപോലെ എൻ്റെ വെള്ളമുണ്ടും യൂണിഫോമുകളൊക്കെ കല്ലിലൊന്ന് ഉരതി എടുത്തിട്ട് ഞാൻ എന്ത് ചോദിച്ചാൽ ബക്കറ്റിൽ അങ്ങനെ കുത്തി നിറച്ചിട്ട് മെഷീനിൽ കൊണ്ടുപോയിടുകയാണ് കേട്ടോ. എന്നാലാണ് അത് വേഗം ഉരുപ്പിഴിഞ്ഞ് ഉണങ്ങി കിട്ടുള്ളൂ. ഇന്നിൻ്റെ ആദ്യക്ക് കരാട്ട ദിവസമാണ്. അപ്പോൾ അവൻ അച്ചൂട്ടൻ കരാട്ട നിർത്തിയോണ്ട് അവൻ്റെ യൂണിഫോം ഉണ്ടല്ലോ അത് ഇട്ടോളാന്ന് പറഞ്ഞ് അത് കൊടുത്തിട്ട് അവൻ കരാട്ടയ്ക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ടായിട്ടും പണി മാറ്റി വരുമ്പോൾ ആദ്യനെയും കൂട്ടിയിട്ടാണ് വീട്ടിലേക്ക് വരിക.
ഞാൻ എന്തായാലും മഴയത്ത് നിന്ന് അങ്ങോട്ട് തിരുമ്പോണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തല നനയ്ക്കലും കുളിയും കഴിഞ്ഞ മാതിരി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം നേരെ അങ്ങോട്ട് കുളിമുറി കയറി കുളി കഴിഞ്ഞ് വന്നു. ഇന്നത്തെ ദീപം കാട്ടൽ എൻ്റെ വകയാണ്. അപ്പോൾ ദീപമൊക്കെ കാട്ടി ഭഗവാനെയൊക്കെ നല്ലോണം പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ തട്ടകത്തിലോട്ട് തന്നെ കയറിയിട്ടുണ്ട്, എൻ്റെ അടുക്കളയിലോട്ട് കേട്ടോ. വൈകുന്നേരത്തെ പണികൾക്ക് സമയമായി. ഇപ്പം തുടങ്ങിയാലാണ് ഇത്തിരി നേരത്തെ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേനൽക്കാലമാണേലും ശരി മഴക്കാലമാണേലും ശരി ഞാൻ വേവുള്ള അരി വെക്കുകയാണെങ്കിലും ഒന്ന് തിളപ്പിച്ച് വാർക്കാൻ നോക്കാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ വേവുള്ള അരി ആകുമ്പോൾ തലേദിവസം തിളപ്പിച്ച് വെക്കുന്നതല്ലേ, പിന്നെ രാവിലെ എടുത്ത് വാർക്കും. അപ്പോൾ ചിലപ്പോൾ നല്ലോണം കഞ്ഞിവെള്ളത്തിൻ്റെ അംശം പോയിട്ടില്ലെങ്കിൽ ചോറിങ്ങനെ വെള്ളം ചീമ്പിയമാരി ഉണ്ടാവും. ഞങ്ങളാണെങ്കിൽ നല്ല വൈകിട്ടാണ് വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിക്കുക. അപ്പം ഞാൻ ഇത്തിരി ചൂടുവെള്ളം അതിലോട്ട് പാർന്ന് അതങ്ങോട്ട് തിളപ്പിച്ച് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പാത്രങ്ങളൊക്കെ ഒരുവിധം രാവിലെ തന്നെ കഴുകി മോറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വൈകിട്ടത്തേക്ക് ഇന്നിപ്പോൾ ചോറിന് സ്പെഷ്യലൊന്നുമില്ല. ഇന്നാണെങ്കിൽ എൻ്റെ മിതുട്ടനും ഊണ് കഴിക്കാൻ ഉണ്ടാവും. അപ്പം ഞാൻ ഏട്ടനെ വിളിച്ചു വിട്ടോ, നിങ്ങൾ വേഗം വരുമോ, ഉണ്ണിയുള്ളതല്ലേ, എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവന്നാൽ അവനുണ്ടാക്കി കൊടുക്കാമല്ലോ. അവനങ്ങനെ എപ്പോഴും ഒന്നും വരാറില്ല, വല്ലപ്പോഴും ഒക്കെ വരാറുള്ളൂ. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഏട്ടനെ വിളിച്ചു കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു നേരത്തെ കിട്ടിയാലല്ലേ അത് വേവിച്ച് പാകമാക്കിയിട്ട് അവൻ പോണതിൻ്റെ മുന്നേ ഊണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ, മകളെ ഞാനൊരു ട്രിപ്പിൽ കുടുങ്ങി, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചു. ഈ ഉണ്ണികളെ പറഞ്ഞയക്കുന്നു. മിഥുവിനെ അച്ഛനെ എന്തായാലും പറഞ്ഞയക്കാൻ പറ്റൂല. ആദ്യമാണെങ്കിൽ കാരാട്ടയ്ക്കും പോയിട്ടുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യാന്ന് ഓർത്ത് ആകെ പരത്തിയപ്പോൾ എനിക്ക് ഉണക്ക ഒരു 2-3 കുഞ്ഞി കിഴങ്ങ് കിട്ടിയിട്ടാണ്. പിന്നെ ഞാൻ അതൊക്കെ നേരേക്ക് നീളത്തിൽ അരിഞ്ഞ് വറുത്തെടുക്കുകയാണ്. മീൻ വറുത്തതൊക്കെ വറക്കൂലേ അതുമാതിരി മീൻ വറുത്ത പോലെ തന്നെയാണ് എൻ്റെ ഉണ്ണിയൊക്കെ. മിഥുനായാലും അച്ചൂട്ടനായാലും കിഴങ്ങ് വറുത്തത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇന്നാണ് ഈ കറി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, താളിച്ച കറിയാണ്, ചിരങ്ങ താളിച്ചതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിത്തൈരും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി മക്കൾക്ക് ഊണ് കൊടുത്തു. അവൻ്റെ അച്ഛനാണെങ്കിൽ വൈകിട്ട് എപ്പോഴാണ് വരിക ചപ്പ പോകേണ്ടി വരും. ചിലപ്പോൾ ഊണ് കഴിക്കാൻ വെയിറ്റ് ചെയ്യുമോയെന്ന് അറിയില്ല, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഊണൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ വന്നു, അവനെ കൊണ്ടുപോയി. പിന്നെ ഏട്ടൻ ഇന്ന് വൈകിട്ട് വന്നപ്പോൾ കാടമുട്ടയാണ് കൊണ്ടുവന്നിരുന്നത്. പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും കൊണ്ടുവന്നില്ല. അപ്പം ഞാൻ കാടമുട്ട പുഴുങ്ങാൻ വെച്ചാണ് കേട്ടോ. ആദ്യം നാളത്തേക്കുള്ള വെള്ളമൊക്കെ കുടത്തിൽ പിടിച്ചുള്ളിലേക്ക് തന്നു. കാടമുട്ട പുഴുങ്ങി അത് എടുത്ത് വെച്ച് നേരെ കൊണ്ട് ഞാൻ നാളത്തേക്കുള്ള അരി തിളപ്പിച്ച് വെച്ചു, ചുക്കുവെള്ളം വെച്ചു. ഇങ്ങനെയുള്ള എൻ്റെ ഒരുക്ക് പണികളൊക്കെ ഇങ്ങോട്ട് തീർത്ത് റെഡിയാക്കിയിട്ടോ. ഏകദേശം എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലോണം സമയം വൈകിയായിരുന്നു. ഇടയിൽ എൻ്റെ പിങ്കുവിനെ എടുത്തപ്പോൾ പിങ്കു എൻ്റെ മേല് മൂത്രം ഒഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും പോയി മേലൊക്കെ കഴുകി വേറൊരു നൈറ്റ് ഇട്ട് വന്നിട്ടുണ്ട്. മേലെ കഴുകിട്ട് പച്ച നൈറ്റിലിട്ടുന്നത് ഞാൻ വീണ്ടും മേലഴുകി. പിങ്കുവിൻ്റെ മേല് മൂത്രമൊഴിച്ചു. പിങ്കു ഉണ്ണിയുള്ള പോലെയാണ്, എപ്പോഴാണ് മൂത്രമൊഴിക്കാന്ന് പറയാൻ പറ്റൂല. ഞാൻ മാക്സിമം അവളെ മേലൊക്കെ കഴുകണതിൻ്റെ മുന്നേ ഇടുക്കും കൊച്ചിക്കും എല്ലാം കഴിക്കാനും കൊടുത്ത അവളെ ഒരു പാത്തിക്ക് ആക്കും. ഇന്നിപ്പോ ഞാൻ മേലെഴുകിയിട്ട് എന്തേ അയ്യോ അതാ പിങ്കു വരുന്നു. ഉണ്ണിയെ അടുക്കളയ്ക്ക് കൊണ്ടുണ്ട്. പിങ്കുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഒന്ന് എൻ്റെ അടുക്കളയും അതുപോലെ അലമാറുടെ അടി. അവിടെ എന്തൊക്കെ അറിയില്ല കേട്ടോ, ചിലപ്പോൾ ഒരു ഉറുമ്പോ ഈച്ച എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അങ്ങനത്തെ സാധനങ്ങളെ മുപ്പത്തിയാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ അതിൻ്റെ അവിടെ വന്നിട്ട് മാതി പൊളിക്കുക. അടുപ്പത്ത് അരി തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ തെർമക്കുക്കറിൽ വെച്ച് രാവിലെ ഇട്ട് വാർത്താൽ മതിയില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ണിയൊക്കെ കൂട്ടാനോ കൊണ്ടുവള്ള കൂട്ടൊക്കെ ഉണ്ടാക്കിയാൽ പോരെ. പിന്നെ ടിഫൻ്റെ പരിപാടിയൊക്കെ നോക്കിയാൽ മതി, എളുപ്പമാണ്. വേവുള്ള അരി ഉണ്ടാകൊണ്ടാണ് കേട്ടോ. റേഷനാണെങ്കിൽ പിന്നെ പറ്റില്ല, പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. ഒറ്റ തിളച്ച ചോറ് വേവുമല്ലോ. ഓർത്തതാണ് കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി എന്തെങ്കിലും മേടിച്ചോണ്ടെന്ന് വെച്ചാൽ ഇടയ്ക്ക് അവർക്കൊരു വെറൈറ്റി ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കൊണ്ടണം, മേടിക്കണം. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരടുത്തൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെതായ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നമുക്കുണ്ട്. പിന്നെ ഈ യൂട്യൂബ് ചാനലാകുമ്പോഴത്തേക്ക് ശരിക്കും അതൊരു ക്ലിക്കാണ്. നമ്മളിടുന്ന വീഡിയോസിൽ ഒരു വീഡിയോ വൈറലായാൽ മതി. നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ചാനൽ മോണിറ്റൈസേഷനൊക്കെ കംപ്ലീറ്റ് ആയി ഏർണിങ്സ് ഒക്കെ വരാനായിട്ട് തുടങ്ങും. അതൊരു ടൈമും കൂടിയാണ്. എന്നുവെച്ചാൽ ചിലർ കണ്ടില്ല ഒറ്റ മാസം കൊണ്ട് ചാനലിൻ്റെ ഫുൾ മോണിറ്റൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ചിലവർ വർഷങ്ങളോളം നഷ്ടപ്പെട്ടാലും അതിങ്ങനെ ഇണ്ടഴിഞ്ഞിട്ടേ പോവുള്ളൂ. എൻ്റെ വീഡിയോ ഒന്നും ഒറ്റ വീഡിയോ പോലും വൈറലായിട്ടില്ല. എല്ലാം ഇങ്ങനെ എന്താ പറയുക, സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ, അങ്ങനെ കുറച്ച് പേര് കണ്ടിട്ടുള്ള വ്യൂസ് മാത്രമേ ഉള്ളൂ. അതുമാതിരി നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മുടെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ശരി ഇൻസ്റ്റയിലാണെങ്കിലും ശരി ഒരേപോലെ എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്.
ശരിക്കും അങ്ങനെയുള്ള വളരെ കുറച്ച് ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പോ ഇങ്ങനെയെങ്കിലും എൻ്റെ ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റണത്. മോണിറ്റൈസേഷന്റെ പ്രോസസ്സൊക്കെ ഏകദേശം ലെവലിലൊക്കെ എത്താൻ പറ്റിയിട്ടുള്ളത്. നമുക്ക് ഈ യൂട്യൂബ് ചാനലൊക്കെ ആകുമ്പോഴത്തേക്കും 1000 വാച്ചവരും അതുപോലെ സബ്ബൊക്കെ കയറണമെങ്കിൽ ഒരു വീഡിയോ വൈറലായി കിട്ടിയത്. എന്നാൽ പിന്നെ ആ കാര്യം ഒരു ടെൻഷൻ അടിക്കണ്ട. പക്ഷെ അങ്ങനെ വൈറലാവാണ്ട് നമ്മൾ വീഡിയോസ് ഇട്ട് ആ കുഞ്ഞു കുഞ്ഞു വീഡിയോസിന്റെ വാച്ചവർ കൂടി ഇങ്ങനെ ഉറുമ്പ് അരിമണി കൂട്ടി വെക്കൂല, അങ്ങനെ കൂട്ടി വെച്ച് അങ്ങനെ കിട്ടിയ ഒരു വാച്ചവറാണ് എൻ്റെത്. എൻ്റെ ഒറ്റ വീഡിയോ പോലും വൈറലായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിന്റെ ഏർപ്പാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടിനൊപ്പം നിന്ന കുറച്ച് പേരുണ്ട് കേട്ടോ നമ്മള് സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യണ. അവരോടൊക്കെ ഒത്തിരി നന്ദി വീണ്ടും പറയുകയാണ്. ഇപ്പൊ ഡെയിലി കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചിലപ്പോ ഒന്നും പറ്റണില്ല അങ്ങനെ ഇടാന്. നമുക്ക് ചില ദിവസം പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ പോലും ഉണ്ടാവില്ല. അപ്പോ ഒന്നിനും തോന്നില്ല. എല്ലാ മൂഡും കൂടി സെറ്റായി അല്ലെങ്കിൽ എല്ലാം സിറ്റുവേഷനും കൂടി സെറ്റായി അടിപൊളിയായി ഇരിക്കുമ്പോൾ മാത്രം വ്ളോഗ് എടുക്കാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കൂല. ഇങ്ങനെ കിളികിളിയിൽ സൗണ്ട് ഉണ്ടാവണമെങ്കിൽ ഇനി കാടമുട്ട ഇങ്ങനെ കുത്തിപ്പൊട്ടിക്കുന്നത് തന്നെയാണ് കേട്ടോ. യൂട്യൂബിൽ ഈ വീഡിയോസിന് വ്യൂസ് ഒന്നും കൂടാത്തുമ്പോഴും ലൈക്കും കമന്റും ഒന്നും വരാത്തുമ്പോഴും നമ്മൾ ആദ്യം ശരിക്കും എന്താ പറയാ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകും. അയ്യോ എൻ്റെ വീഡിയോസിന് വ്യൂസ് ഇല്ല, ലൈക്കില്ല, അങ്ങനെയൊക്കെ തോന്നിപ്പോകും നമുക്ക്. അങ്ങനെ തോന്നുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു രീതി തന്നെ ഇരുന്ന് അവിടെ ഇരിക്കുന്നേ ഉണ്ടാവുള്ളൂ. എനിക്കും അങ്ങനെ തോന്നലുണ്ട് കേട്ടോ. എന്താ ഇടുന്ന വീഡിയോസിന് ആകെ 200-300 വ്യൂസ് ഒക്കെ ഉണ്ടാവുക ചിലപ്പോ ഒക്കെ. അതില് ഒരു 10-12 ലൈക്കോ സ്ഥിരം വരുന്ന 5-6 കമന്റ് ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. 2-3 ദിവസം കൊണ്ടൊക്കെയാണ് ഒരു കെ ഒക്കെ എനിക്ക് വ്യൂസ് വരാണ്. എല്ലാവർക്കും വേണ്ട. ഇപ്പൊ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തു. അച്ചുട്ടൻ റൂമിലിരുന്ന് പഠിക്കുന്ന നേരെ കൊണ്ട് അച്ചുട്ടിന് കുറച്ച് ഹോംവർക്ക് ഒക്കെ എഴുതിയിരിക്കാണ്ടായിരുന്നു. അപ്പൊ ആ ഒരു നേരത്തെ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാനുള്ള എന്ന് വെച്ചാല് ഒരു വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കണത്. ഇതിനി അപ്ലോഡ് ചെയ്യാൻ എന്താന്ന് എനിക്ക് അറിയില്ല, ഇതിന്റെ എഡിറ്റിംഗ് ആയിട്ട്. അപ്പൊ എന്നോട് എടുത്തൊരു വീഡിയോ ഇന്നിരുന്ന് എഡിറ്റ് ചെയ്തിട്ട് എടുത്തല്ലോ നമ്മളെ പിങ്ക് വന്നതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് എഡിറ്റ് ചെയ്ത് നാളെ അപ്ലോഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. നാളെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസ് കുറച്ച് കേട്ടാൻ നേരത്താണ് അപ്ലോഡ് ചെയ്യല്. ഒരു കൃത്യസമയം ആയിക്കോട്ടെ എന്നൊക്കെ ഓർത്തിട്ട്. ഒരു കൃത്യസമയമല്ല, ഒരു ഏകദേശം വൈകുന്നേരം 6, ചിലപ്പോൾ 6 മണി, ചിലപ്പോൾ 6:30, 7, 7:30 അങ്ങനെ. ഒന്നെങ്കിൽ 6, 6:30, 7, 7:30 അങ്ങനെ. ഈ ഒരു 4 സമയത്താണ് ഞാൻ സാധാരണഗതിയിൽ അപ്ലോഡ് ചെയ്യല് വീഡിയോസൊക്കെ. അപ്പം ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നാളെ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്യും. ഒന്നും പറയാൻ പറ്റില്ല, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ കാടമുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഉണ്ണിയൊക്കെ കൊടുത്ത് ഓർക്ക് കഴിക്കാൻ കൊടുത്ത് പല്ലൊക്കെ തേപ്പിച്ച് അവരെ കിടത്തി ഓർക്കട്ടെ. അതുപോലെ ബ്രഷൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ അരിയൊക്കെ തിളയ്ക്കും. പിന്നെ ഇത് തെർമോ കുക്കറിൽ വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ചുക്കെള്ളം തിളയ്ക്കും, അത് ഓഫാക്കിക്കുക, ഗ്യാസ് കൂട്ടുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.